നമസ്കാരം. ഇന്ന് അത്തം. പൊന്നിൻ ചിങ്ങമാസത്തിലെ ഓണാഘോഷത്തിന് മലയാളികൾ ഒന്നടങ്കം തുടക്കം കുറിക്കുന്ന ദിവസമാണ്. ഈ അത്തം നാൾ മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ ജനം TV പ്രേക്ഷകർക്ക് ഓണസദ്യയിലെ കൊതിയൂറും വിഭവങ്ങളും രുചിക്കൂട്ടുകളും കണ്ടാസ്വദിക്കാം. അതിനായി ഈ 10 നാളുകളിൽ നമ്മളോടൊപ്പമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പാചക വിദഗ്ധൻ ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരി. തിരുമേനിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. തിരുമേനി, സദ്യവട്ടത്തിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ അത്തം മുതൽ നമ്മുടെ മലയാളികൾ ഓണാഘോഷിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ തിരുമേനിയുടെ ഓണാഘോഷം? എങ്ങനെയാണ്? അത്തം ഇന്ന് അത്തമാണ്. ഇന്ന് മുതൽ ഇപ്പോൾ നമ്മൾ ഓണം വലിയ ആൾക്കാർക്കല്ല ഓണം, ഇപ്പോൾ ഓണം കുട്ടികൾക്കല്ല. അവർക്ക് ഓണ പൂക്കളും ഓണ കോടിയും അവരാണ് ഇതിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് മാറാറ്. നമുക്കിപ്പോൾ കാലം മാറി. ഈ ചിങ്ങമാസം ഏതാ, കർക്കിടകം ഏതാ, കന്നി ഏതാ തിരിച്ചറിയാൻ മേലാത്ത രീതിയിലേക്ക് പ്രകൃതി മാറി. ആകെ ഒരു വ്യത്യാസം കാണുന്ന വസന്തകാലത്തിൻ്റെ ഒരു ആരംഭം. അതായത് പൂക്കൾ ധാരാളം വന്നിട്ട് പിന്നെ കർക്കിടകത്തിലെ ഒരു ദാരിദ്ര്യം കഴിഞ്ഞ് വരുന്നു എന്ന് ആൾക്കാർ വിശ്വസിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ജനം TV ഇവിടെ വന്നു വീട്ടിൽ തന്നെ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് ഇന്ന് പോലും ഇപ്പോൾ തുടങ്ങിയേക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ജനം TV പ്രേക്ഷകർക്കായിട്ട് എന്താണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു മധുരത്തിൽ തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതികൾ തന്നെ. ഒരു സദ്യവട്ടത്തിലേക്ക് തുടങ്ങുമ്പോൾ മധുരത്തിൽ തുടങ്ങണം എന്നാണ് പറയാം. നമ്മളെ കൊണ്ട് ആദ്യം ഒരു മിക്സഡ് പായസമാണ്. അതായത് ചെറുപയറിൻ്റെ പരിപ്പും ഗോതമ്പും കൂടെ കൂടിയിട്ടുള്ളൊരു മിക്സഡ് പായസം. അപ്പോൾ അതിന് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ പരിപ്പ് നമ്മൾ വളരെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രിസ്പി ആയിരിക്കും. അത് ഗോതമ്പിന് ഒരു മൈൽഡ് ടേസ്റ്റും കൂടി, രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ വളരെ വ്യത്യസ്തമായ നല്ലൊരു സ്വാദം ഉണ്ടാവുന്ന ഒരു പായസമാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ഗോതമ്പുണ്ട്, ചെറുപയറിൻ്റെ പരിപ്പുണ്ട്, പിന്നെ ശർക്കര, നെയ്യ്, ബാക്കി തേങ്ങാപ്പാലും ഇതേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് മറ്റൊരു വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സാധാരണഗതിയിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യാറ് ഈ പാചകം ചെയ്യുന്നതിന് മുമ്പ് തന്നെ വറുത്തെടുക്കാനുള്ളതൊക്കെ വറുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് തേങ്ങ നോക്കെ വറുത്തെടുത്ത് വയ്ക്കാം. പിന്നെ അത് അവിടെ അണ്ടിപ്പരിപ്പ് വറുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഗോതമ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. പിന്നെ പരിപ്പ് നല്ലോണം വറക്കണം. അതിനുശേഷം നമ്മൾ പരിപ്പും ഗോതമ്പും കൂടി വേവിക്കും. വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശർക്കര ഉരുക്കി മാറ്റേണ്ടതുണ്ട്. ശർക്കര ചേർക്കും. അത് ശരിക്കും വരട്ടി പാൽ ചേർക്കാവുന്ന സമയമാകുമ്പോൾ രണ്ടാം പാൽ ചേർത്ത് തിളപ്പിച്ച് പിന്നെ തീ കെടുത്തി ഒന്നാം പാൽ ഒഴിക്കും. അടപ്രധാനം നല്ലോണം ഈ വെന്ത് യോജിച്ച് വരേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് അടപ്രധാനം മാത്രമേ മൂന്നാം പാൽ എടുക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള എല്ലാം രണ്ടാം പാൽ തന്നെ തീർക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. കുറച്ച് ചേർക്കാം. നമുക്ക് ബാക്കി പായസത്തിൽ ഒഴിക്കാം. ആദ്യം ഇപ്പം നെയ്യ് ഒഴിച്ച് ഇനി തേങ്ങ കൊത്തിട്ടിട്ട് വറുക്ക് എടുക്കണം അല്ലേ? തേങ്ങ കൊത്തിട്ട് വറുക്കാം. ചൂടാവട്ടെ. ഈ പായസം ശരിക്ക് തിരുമേനിയുടെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്? എല്ലാവർക്കും ചെയ്യാം. മധുരം ചേർത്ത് തേങ്ങാപ്പാലും ചേർത്ത് കഴിഞ്ഞാൽ ആർക്കും പായസം ഉണ്ടാകും. പിന്നെ ഓരോരുത്തരുടെ ഒരു ഇഷ്ടങ്ങളാണ് എല്ലാം വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു പായസം ഒരുപക്ഷെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ നമുക്കൊരു എനിക്ക് ജനം TVയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത്തരം പായസങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ വയ്ക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി അത് ആക്യുറേറ്റ് ആയിട്ട്, അതായത് അതിൻ്റെ മെഷർമെൻറ്റ് കൂടി കൃത്യമായിട്ട് പറയത്തക്ക രീതിക്കാണ് നമ്മൾ ചെയ്യുക. ആദ്യം ഇപ്പം നെയ്യ് ഒഴിച്ച് തേങ്ങ കൊത്ത് വറുത്തെടുക്കുകയാണ്. ഇത് ഇവിടെ എല്ലാവരും സാധാരണ ഇത് കഴിഞ്ഞാൽ പിന്നെ ആങ്കറുടെ ജോലി അത് വറുക്കാൻ നല്ല മഞ്ഞ കളറിലാവണം അല്ലേ? ഒരു വിധം നല്ലോണം. അത് വിളഞ്ഞ നാളികേരം കൂടി വേണം. കൊട്ടത്തേങ്ങയാണ് പണ്ട് വറുക്കാൻ എടുക്കാറ്. കൊട്ടത്തേങ്ങ ഇപ്പോൾ കിട്ടാനില്ലാത്ത കാരണം നമ്മൾ നല്ലോണം വിളഞ്ഞ നാളികേരാണ് എടുക്കാറ്. പൊതുവേ ഇപ്പോൾ ഓണസദ്യക്ക് ഏത് തരം പായസങ്ങളാണ് കൂടുതൽ ഓർഡറായിട്ട് വരാറുള്ളത്? ഇപ്പം എല്ലാവരും പാലടയിലേക്കാണ് കൂടുതലും വരുന്നത്. ഉണ്ടാക്കുന്നതിൽ ഒരു 75% പാലട. ശർക്കര പായസം കുറവാണ്. അത് ഓരോ സ്ഥലത്തിന്റെ വ്യത്യാസമാണ്. അപ്പോൾ കോട്ടയത്ത്, ഇപ്പം ഞാൻ കോട്ടയംകാരനാണല്ലോ, മധ്യ തിരുവിതാംകൂറിൽ അടപ്രഥമനാണ് കൂടുതൽ ആൾക്കാർക്ക്. കാരണം കോട്ടയത്തിന്റെ പായസം തന്നെ പറയാം. മറ്റുള്ള സ്ഥലങ്ങളിൽ അടയ്ക്ക് അത്രയും പ്രാധാന്യം കാണുന്നില്ല. പിന്നെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ളൂ. അപ്പോൾ അട ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. അതേ സമയത്ത് നമ്മൾ തൃശ്ശൂർ അപ്പുറം കഴിഞ്ഞാൽ അവിടെ പാലടയും പരിപ്പോ അല്ല പ്രധാനം. പക്ഷെ ഇവിടെ ആൾക്കാർ പാലടയിലേക്ക്
മാറി തുടങ്ങിയിട്ടുണ്ട്. അതെ അല്ലേ. ആ, ഒന്ന് കൂടുതൽ പായസങ്ങൾ ഓർഡർ വരാറുണ്ടോ? പായസം വരാറുണ്ട് ഇഷ്ടംപോലെ. തിരുമേനി ഓണം ആഘോഷിക്കുമ്പോൾ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ ഇന്ന്? ആരുമില്ല, അതാണല്ലോ ഇപ്പൊ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി അല്ലേ. ഇവിടെ ഞാനും മോനും മോൻ്റെ വൈഫും നമ്മുടെ പേരക്കുട്ടിയും എൻ്റെ ഭാര്യയുള്ളൂ, വേറെ ആരില്ല. അത് ശരി. അവരൊക്കെ അവരുടെ ജോലികളിലായിരിക്കും. ഞാൻ പാചകമായിട്ട് എവിടെയെങ്കിലും ആയിരിക്കും. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ പാചകത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം ആഘോഷത്തിന്റെ ഒരു ആഘോഷിക്കാനുള്ള സമയം കിട്ടാറില്ല. ചൂട് കൂടി ശരിക്കും ബിസിയാണ്. ഇല്ല, അത് നമ്മൾ വറക്കാൻ വേണ്ടി കൂട്ടുകയാണ്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി എന്താ വറക്കേണ്ടത്? ഇനി അതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ്, നമുക്കിത് കോരി എടുത്തിട്ട് അണ്ടിപ്പരിപ്പ് ഇടാം. ഇത് നമ്മുടെ സ്പെഷ്യൽ സാധനമാണ്. ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, ഇതൊരു ഈ ഡിസ്പോസൽ പ്ലേറ്റ് ആണ്. എടുക്കാൻ എളുപ്പത്തിന്, കൈ വെള്ളാണ്ട് എടുക്കാൻ എളുപ്പത്തിൽ. അപ്പോൾ തേങ്ങാക്കുത്ത് വറുത്തെടുത്തു. ഇനി അടുത്തത് വറുക്കാൻ പോണത് അണ്ടിപ്പരിപ്പാണ്. കൈ വെള്ളാണ്ട് നമുക്ക് എടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് വറുത്തോളന്നോ ഇട്ടോളന്നോ നിർബന്ധമൊന്നുമില്ല. അല്ല, പക്ഷേ ഈ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് കുറച്ചുകൂടി കൂടും. അതിൻ്റെ കടിക്കാൻ എന്തെങ്കിലും കിട്ടുക ഉണ്ടല്ലോ. എല്ലാ ആൾക്കാർക്കും, ചില ആൾക്കാർക്ക് നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത്തരം വറവുകൾ ഒഴിവാക്കാം. ചില ആൾക്കാർക്ക് നെയ്യ് ഒട്ടും ഇഷ്ടമല്ല, ചേർക്കുന്നതിന് ഇഷ്ടമല്ല. പക്ഷെ പായസം എന്ന് പറയുമ്പോൾ തന്നെ നെയ്യാണ്. അതുകൊണ്ട് കാര്യമില്ല, ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല, ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഇത് ഉപയോഗിക്കണം എന്നൊക്കെ ആയിരുന്നു. അതുപോലെ അണ്ടിപ്പരിപ്പ് ഇപ്പോൾ അമേരിക്കയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് പറ്റുമല്ല. പല ആൾക്കാരും അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കുന്ന എന്തെങ്കിലും വിഭവങ്ങളുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് പറയണമെന്നുണ്ട്. അതിൽ കാഷ്യൂനട്ട് ചേർത്തിട്ടുണ്ടെന്നാണ്. അത് ഏതോ ഒരു അസുഖത്തിന് അത് പ്രശ്നമാണെന്നാണ് പറയുന്നത്. അണ്ടിപ്പരിപ്പ് മറുത്തു. ഇനി എന്താണ് അടുത്ത? ഇനി നമുക്ക് ഗോതമ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഗോതമ്പ് നുറുക്ക് ഗോതമ്പാണല്ലേ? സൂചി ഗോതമ്പ്. സൂചി ഗോതമ്പിന്റെ നുറുങ്ങിയ ഗോതമ്പ്. ഇത് ഒരുപാടാവണോ അതോ? ഇല്ല, ചൂടായ നല്ലോണം ചൂടായ. ശരിക്കും തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മണം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ പായസത്തിന്റെ ആ ഒരു ഫീൽ വരും. അതെ അതെ. നമ്മളിത്തവണ 10 ദിവസങ്ങളിലായിട്ട് 5 പായസവും 5 വിഭവമാണ്. 5 പായസം 5 വിഭവമാണ്. 4 ദിവസങ്ങളിൽ ഒരു ദിവസം പായസമാണെങ്കിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു വിഭവമായിരിക്കും. ഇത്തരം മതി, ഗോതമ്പ് ജസ്റ്റ് ചൂടായ മതി. അതെ അതെ. പരിപ്പ് എടുക്കണം. അടുത്തതായിട്ട് പരിപ്പാണ്. അത് ലേശം തീ കൂട്ടിയിടാം. നെയ്യിന്റെ ആവശ്യമില്ല. നെയ്യ് വേണ്ട അല്ലേ? ഇതും ചൂടാക്കി എടുത്താൽ മതിയോ? ഇത് നല്ലോണം വറക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപ്പും ഗോതമ്പ് ഉള്ള ഒരു പായസം ഞാൻ കാണുന്നത്. അതെ അതെ. പരിപ്പ് നല്ലോണം വറുത്ത് കഴിയുമ്പോൾ അത് കൂടുതൽ അങ്ങോട്ട് കലങ്ങില്ല. അതായത് പരിപ്പ് ഞങ്ങൾ ജസ്റ്റ് എത്ര വെന്താലും പതുക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും. ആ സമയത്ത് ഗോതമ്പ് മൈൽഡ് ആയ കാരണം അത് വളരെ പെട്ടെന്ന് വെന്ത് ഉടയുകയും ചെയ്യും. രണ്ടും കൂടി ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു പായസത്തിന് നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ പലതവണ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളത്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള പരീക്ഷണങ്ങളല്ല, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ 250 ഗ്രാം പരിപ്പാണ് എടുത്തത്. ചെറുപയറിന്റെ പരിപ്പ് 250 ഗ്രാം പരിപ്പാണ്. അതുപോലെ തന്നെ ഈ ഗോതമ്പ് എടുത്തിരിക്കുന്നത് 150 ഗ്രാം ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. 150 ഗ്രാം ഗോതമ്പിന് നമുക്ക് 2 ലിറ്റർ പായസം കിട്ടും. 250 ഗ്രാം പരിപ്പിന് നമുക്ക് 1.5 ലിറ്റർ പായസം കിട്ടും. അപ്പോൾ 3.5 ലിറ്റർ പായസം ഉണ്ട്. 3.5 ലിറ്റർ പായസം എന്ന് പറയുന്നത് 100 ml വെച്ച് കൊടുക്കുകയാണെങ്കിൽ 35 പേർക്കും, അതല്ല 200 ml വെച്ചിട്ടാണ് കൊടുക്കുന്നെങ്കിൽ ഒരു 16-17 പേർക്കും കൊടുക്കാം. ഇത് ഈ ഉരുളി 4 പായസം ഉണ്ടാവും. അത് ശരി.
എങ്ങനെയാണ് ഈ പാചകത്തിലേക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്? എന്ന് മുതലാണ്? ഞാൻ ശരിക്കും 90കളുടെ ആദ്യം ആണ് പാചകരംഗത്തേക്ക് വന്നത്. പക്ഷേ 2000-ന് ശേഷമാണ് സ്കൂൾ കലോത്സവങ്ങളിൽ പാചകം ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോഴാണ് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ ഈ ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് കുറിച്ചിത്താനത്തൊരു ക്ഷേത്രമുണ്ട്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കൽ 1-2 പ്രാവശ്യം നടക്കുന്ന നാമജപത്തിന് പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് അവിടുത്തെ തടപ്പള്ളിയിൽ നിന്നും ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തുകൊണ്ട് തുടങ്ങിയതാണ്. വെറുതെ അന്നൊരു നേരം പോക്കിന് തുടങ്ങിയതാണെങ്കിലും അതെൻ്റെ ജീവിതമാർഗമാവെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ചെറുപ്പം മുതലേ പാചകത്തിനോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യന് ഓരോന്ന്. അതെ, അത് കാരണം ഞങ്ങൾക്ക് ഒരു പാചക വിദഗ്ധനെ ലഭിച്ചു. അയ്യോ, അങ്ങനെ അത് ഒരുപാട് പാചക വിദഗ്ധന്മാരുണ്ട് കേരളത്തിൽ. ഒരുപക്ഷെ എന്നേക്കാൾ നന്നായിട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു വേദി കാര്യമായിട്ട് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ഈ യൂത്ത് ഫെസ്റ്റിവലുകൾ പോലെയുള്ള വേദികളിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവരെ ആൾക്കാർ അറിയപ്പെടാണ്ട് ഒത്തിരി ആൾക്കാരറിയാം. എനിക്ക് എൻ്റെ സമകാലീനന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ തന്നെ എനിക്കറിയാം നല്ലോണം പാചകം ചെയ്യുന്നത്. ഒന്നുകൂടി നല്ലപോലെ ആവണം തോന്നുന്നു അല്ലേ? ലേശം കൂടി. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഉരുളിയുടെ ചൂടിൽ കിടന്നിട്ടാണ് ഒന്നും കൂടി ഇത് കറക്റ്റായി വരും. അല്ലെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകും. അതിൻ്റെ റെഡി കണ്ട് ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആണ്. ഈ കളറിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ സംഭവം പണി കിട്ടും. അതുകൊണ്ട് നമുക്കിത് കോരിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് വേവിക്കുമ്പോൾ ഗോതമ്പും ഇതും ഒരുമിച്ചിട്ട് ഗോതമ്പ് ആദ്യം വേവും. പരിപ്പ് വേവാൻ ഇത്തിരി താമസിക്കും. പക്ഷെ പരിപ്പം തന്നെ കടിക്കാൻ പാകത്തിനായാൽ കണ്ടമാനം അങ്ങോട്ട് ഉടയണ്ട. എന്തായാലും ഇത്തവണ ഓണത്തിന് എല്ലാവരും ഈ പായസം വീട്ടിൽ വെച്ച് നോക്കും. നിങ്ങൾക്ക് ശർക്കര ഒരുക്കാം. അടുത്തായിട്ട് മറയൂരാണ്. ഇതിന് 500 ഗ്രാം ശർക്കര വേണം. ഇത് ശരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട 390 400 ഗ്രാമോളം വേണം. 900 ഗ്രാം ശർക്കര വേണമല്ലേ? മറയൂർ ശർക്കരയാണല്ലേ? ഇത് മറയൂരാണ്. പക്ഷെ പല സ്ഥലത്തും പല ശർക്കരയാണ് കിട്ടുക. നമ്മൾ ശർക്കര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശർക്കര നല്ലപോലെ ഉരുകി വരുന്നുണ്ട് അല്ലേ? ഓൾമോസ്റ്റ് ഉരുകി കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ തീ എടുത്തിരിക്കും. നമുക്ക് ഇതിനെ അരിക്കണം. ആദ്യം നമ്മളിപ്പോ തേങ്ങാക്കൊത്തും കശുവണ്ടിയും വറുത്ത് വെച്ചു. ഗോതമ്പ് ചൂടാക്കി പരിപ്പ് വറുത്തു. ഇപ്പൊ നമ്മൾ ശർക്കര. അപ്പൊ ഒരു പായസം ഉണ്ടാക്കുന്നതിന്റെ ആദ്യ ഘട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ മെയിൻ പരിപാടികളൊക്കെ കിടക്കുക. അപ്പൊ നമുക്ക് ആദ്യം വെള്ളം ഒഴിക്കാം. കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. നമ്മൾ അത് അളവുണ്ട്. ഇത് രണ്ടിനും 2 അളവാണ് വേണ്ടത്. അപ്പോൾ ഗോതമ്പിന് വേണ്ട അളവല്ല, അത്രയും അളവ് വേണ്ട പരിപ്പിന്. പക്ഷേ നമ്മൾ മൊത്തം 400 ഗ്രാം ഉണ്ട്. പിന്നെ 4 ടൈംസ് 4 16 1.5 ലിറ്ററിൻ്റെ മുകളിൽ വെള്ളം നമ്മളിൽ ഒഴിക്കണം. പക്ഷെ നമ്മൾ കുറച്ച് സൗകര്യത്തിന് വേണ്ടി ഇത്തിരി കൂട്ടി ഒഴിക്കാം. നമുക്കിനി ഇത് കഴുകാം. ഇപ്പോൾ തന്നെ വെള്ളം തിളച്ച പറഞ്ഞാൽ നമുക്കിത് കഴുകാം. അതിലേക്ക് വരിയിടാം. വീണ്ടും നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇത് വേകുന്നിടം വരെ. വെള്ളം തിളച്ചു കണ്ടില്ലേ? ആ നെയ്യ് ചേർത്തരും. ലേശം നെയ്യ് കഴിക്കാം. ഓക്കെ, 3 സ്പൂൺ നമ്മളിത് കഴുകയിലേക്ക് ഇടാം.
നല്ല തിളച്ച വെള്ളത്തിലേക്ക് നെയ്യ് ഒഴിച്ചു. തിളച്ച വെള്ളത്തിലേക്ക് ഇടാം. തിളച്ച വെള്ളത്തിലേക്ക് എല്ലാം കൂടി യോജിപ്പിക്കുക. ഇനി നമ്മളൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഗോതമ്പും പരിപ്പും നല്ലപോലെ വെന്ത് വന്നിരിക്കുകയാണ്. ശരിക്കും വെന്ത് നമ്മൾ അത് ഒരു ഇതാണ്, ഗോതമ്പ് പെട്ടെന്ന് വെന്തം കുറയും, പരിപ്പ് ഇങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ട് നിൽക്കും. ഇപ്പൊ തന്നെ ശർക്കര ഒഴിച്ചില്ലെങ്കിൽ എന്റെ മേത്ത് മുഴുവൻ പൊട്ടിത്തെറിച്ച് പൊള്ളും. കൊണ്ട് നമുക്കത് ശർക്കര ഒഴിക്കാം. ഉരുക്കി അരിച്ച് വെച്ചിരുന്നതാണ്. അതായത് 250 ഗ്രാം ചെറുപയറിന്റെ പരിപ്പുണ്ടായിരുന്നു, 150 ഗ്രാം ഗോതമ്പുണ്ടായിരുന്നു, ഇതിന് 900 ഗ്രാം ശർക്കര എടുത്തു. ശർക്കരയും കൂടി അപ്പൊ തന്നെ അതിന്റെ ആ സ്മെല്ല് നമുക്ക് നന്നായിട്ട്. ഇതിന്റെ വെള്ളം മുഴുവൻ മാറ്റണേ, തേങ്ങാപ്പാൽ ചേർക്കണമെങ്കിൽ. ശർക്കരയുടെ വെള്ളം നല്ലോണം വറ്റിയില്ലെങ്കിൽ അതിന് വെള്ളച്ചോ വരും. അത് ശരി, നല്ല കൊഴുപ്പ് രൂപത്തിലായി വരണം അല്ലേ? നല്ല വറ്റണം, വരട്ടി ശരിക്കും വരട്ടി തന്നെ ഇടണം. ആദ്യകാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു തറവാട്ടില് തിരുമേനിയുടെ ഓണാഘോഷമൊക്കെ എല്ലാവരും ചേർന്നിട്ടുള്ള? ഓണത്തിനേക്കാൾ കൂടുതൽ ആൾക്കാർ വെക്കേഷനായി, മറ്റേ വലിയ വെക്കേഷൻ, മാർച്ചിലുള്ള വെക്കേഷൻ, ആ സമയത്താണ് വിഷു വരവ്. വിഷുവിനാണ് കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടാവുന്നത്. ഓണത്തിന് അത്രയധികം പതിവില്ല. ഇത്തവണ ഓണം ഇവിടെ തന്നെയാണോ ആഘോഷിക്കുന്നത്? ഓണം ആഘോഷിക്കാൻ ഓണം ഞാൻ പറയില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പിടിച്ച സമയമാണ്. ഒരു 12 മണി 12:30 വരെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഈ പായസങ്ങളുടെ ഓർഡർ സദ്യ അധികം എടുക്കാറ് പതില്ല. പായസം ഞങ്ങൾ വന്നപ്പോ തന്നെ 100 കൂട്ടം കാര്യങ്ങൾക്കിടയിലാണ് പായസങ്ങൾക്ക് ഭയങ്കര ഓർഡർ ആയിരിക്കും. അതിങ്ങനെ നല്ലോണം കൊടുത്ത് 12 മണിയൊക്കെ ആവും നമ്മൾ കൗണ്ടറിൽ നിന്നൊക്കെ എണീറ്റ് പോയി കഴിയും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഓണസദ്യ കഴിക്കാൻ പോലും പറ്റാണ്ട് കിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഇല്ലത്ത് ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പക്ഷെ ഇങ്ങനെ പാചകം ചെയ്ത് ഒരുപാട് മണെടുത്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ അതും വിശപ്പ് കിട്ടുമോ? അതെ അതെ അതെ. എന്തായാലും മക്കളും കൊച്ചുമക്കളൊക്കെ കാത്തിരിക്കും. എല്ലാരും അതാണ്, എല്ലാരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ഒരു ഊണ്. അതിനപ്പുറത്തേക്കൊന്നും ഇപ്പൊ ഈ എല്ലാം കാറ്ററിംഗിലേക്ക് ഓർഡർ വന്നതോടുകൂടി എല്ലാ ദിവസവും തന്നെ സദ്യ തന്നെ ഉണ്ടാവും. ഓണസദ്യക്ക് സ്പെഷ്യലായിട്ട് അതിനാ ഒത്തുകൂടലിന്റെ ഒരു മാധുര്യം, നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ഒരു അരക്കെട്ടുറപ്പിക്കൽ അതൊക്കെ അതിലുള്ളൂ. ഏകദേശം വറ്റി തുടങ്ങി തോന്നുന്നു അല്ലേ? ചൂടി ആയിക്കോട്ടെ, നമ്മളെന്തായാലും പ്രേക്ഷകരെ കാണിക്കുമ്പോൾ അത് ഇങ്ങനെ അതുകൂടി ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. നമുക്ക് എപ്പോഴാണെങ്കിലും ഫിനിഷ് ചെയ്യാം. അതല്ല ഇതിന്റെ കാര്യം. എത്രമാത്രം അതിന്റെ കൺസിസ്റ്റൻസിയെ കുറിച്ച്, ഇതിപ്പോൾ ഇങ്ങനെ ബ്ലെൻഡഡ് പായസം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് പരിപ്പ് മാത്രമാണെങ്കിൽ ചെയ്യാൻ പറ്റും, ഗോതമ്പ് മാത്രമാണെങ്കിൽ കിട്ടും. അപ്പം ബ്ലെൻഡ് എടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി നിൽക്കുക എന്നുള്ള ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു ബോധ്യം ഉണ്ടാക്കാന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഈ ഗോതമ്പും പരിപ്പും കൂടി വേവിക്കുമ്പോൾ വേവ് വ്യത്യാസമാണല്ലോ. ഉണ്ടല്ലോ, വേവ് വ്യത്യാസം, അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. പരിപ്പ് ശരിക്കും അങ്ങോട്ട് വെന്ത് ഉടയില്ല, അതിങ്ങനെ പരിപ്പായിട്ട് കുറേശ്ശെ നമുക്ക് കടിക്കാൻ കിട്ടും. അതേ സമയത്ത് ഗോതമ്പ് നല്ലോണം വെന്തിട്ട് നല്ലോണം വെന്ത് ഉടയുകയും ചെയ്യും. അപ്പം ഇതന്നെ നമുക്ക് കയ്യിൽ ഇതിൻ്റെ ഇതൊക്കെ കാണാം, ഗോതമ്പ് ഉടങ്ങിയിട്ട് തന്നെയാണ് ഇരിക്കുക, പരിപ്പ് സെപ്പറേറ്റ് വിട്ടിട്ട് നിൽക്കുന്നുണ്ട്. അതെ അതെ. നല്ല മണെടുത്ത് തുടങ്ങിയിട്ടുണ്ട്, ശർക്കരയുടെ മണമാണ്. അതെ, അതൊരു ഹോണ്ടിങ് സ്മെല്ലാണ്. അതെ, പഞ്ചസാരയുടെ സ്മെല്ല്, ശർക്കരയുടെ പായസം എന്ന് പറയുന്നത് തന്നെ മധുരമാണ്. അല്ല, ഈ പഞ്ചസാരയുടെ സ്മെല്ലും ശർക്കരയുടെ സ്മെല്ലിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അതെ, നമ്മളിതിലേക്ക് പഞ്ചസാരയും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം. സ്മെല്ല് നോക്കിയിട്ട്, അല്ല ഇതിന്റെ മധുരം നോക്കിയിട്ട് കാടിയാം, കുറച്ച് ആടിയാം. പിന്നെ കുറച്ച് വേണ്ടിയെന്ന് തോന്നണം. നാളിലേക്കുള്ള നമ്മുടെ പായസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പായസമായി കഴിഞ്ഞാൽ ഉടനെ വാങ്ങി വെക്കുക, എല്ലാവരും പായസം കഴിക്കുക, അത്തം ആഘോഷിക്കുക. ഞാൻ അതിനുള്ള കാത്തിരിപ്പിലാണ്. ശരിക്കും ആ നെയ്യിന്റെ മണെടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആ പായസത്തിന്റെ സ്വാദ് നമ്മുടെ മനസ്സിലേക്കും നാവിലേക്കും എത്താൻ തുടങ്ങി. ഇതിലൊരു കുറച്ച് നെയ്യും കൂടി ഈ സമയത്ത് വരട്ടി വരുന്ന മുറുകി വരുന്ന സമയത്തും കൂടി കുറച്ച് നെയ്യ് കൂടി ഒഴിക്കും. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് ഒഴിക്കണ്ട കേട്ടോ. അതെ അല്ലേ? നെയ്യ് ഇഷ്ടം എല്ലാ ആൾക്കാരും, ചില ആൾക്കാരും നമുക്കിത് ഉണ്ടാക്കാം. പക്ഷെ അന്നേരം ഉണ്ടാക്കാം, പക്ഷെ അതിന്റെ നെയ്യിന്റെ ഒരു സ്വാദുണ്ട്, അത് മാറി.
വെറുതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് കലക്കി വയ്ക്കാം. ഏലക്കാപ്പൊടി, ഏലക്കാപ്പൊടിയും ജീരകപ്പൊടി ചേർത്ത് ജീരകപ്പൊടി. ഇനി നമുക്ക് ചേർക്കാനുള്ള തേങ്ങാപ്പാലുകളാണ്. ജീരകപ്പൊടി, ഏലക്കാപ്പൊടി, അതിൽ ഒന്നാം പാൽ ഒഴിച്ചു. രണ്ടാം പാൽ ഒഴിച്ച് നമ്മൾ കലക്കി വയ്ക്കാം. ഈ ജീരകം ഏലക്കാപ്പൊടിക്ക് ഏകദേശം എത്ര വേണ്ടി വരും? 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ അല്ലേ? നമുക്ക് ഞാൻ പറയും ഇതിനെല്ലാം കൂടി ഒരു 3-3.5 ലിറ്റർ കൂടുതൽ കിട്ടാൻ പോകില്ല. ഇല്ല അല്ലേ? കൂടുതലിട്ട് അതിൻ്റെ ഓവർ സ്വാദ് വരുത്തണ്ട, മൈൽഡായിട്ട് സ്വാദ് ഉണ്ടാവും. ഏകദേശം എത്ര തേങ്ങ എടുത്തിട്ടുണ്ടാവും ഇതിലേക്ക്? ഇതിലേക്ക് നമ്മൾ ഇപ്പം 3.5 ലിറ്റർ പായസമാണ്. 3 ലിറ്റർ പായസമാണ് നമുക്ക് ഇതിൽ വരിക. ഇതിലേക്ക് നമ്മൾ 3 നാളികേരമാണ് എടുത്തിരിക്കുന്നത്. 3 നാളികേരം എടുത്തിട്ട് അതിൻ്റെ 2ാം പാൽ 1.5 ലിറ്റർ പിഴിയാം. അതിൻ്റെ 1ാം പാൽ എത്ര കിട്ടാന്ന് വെച്ചാൽ അത്ര എടുക്കുന്നു. 2ാം പാൽ നമ്മൾ 1.5 ലിറ്റർ. ഇത് റെഡിയായി. വിട്ട് വന്നാണ്. ഈ സമയത്താണ് പാൽ കഴിക്കണം. ഈ കൊമള കുട്ടി മുകളിലേക്ക് വരുമ്പോഴേ അതിൻ്റെ ജലാംശം ഏതാണ്ട് തീരാറായി എന്നുള്ളതാണ്. ഈ സമയത്ത് നമുക്ക് പാൽ കഴിക്കാം. 2ാം പാലാണ്. 2ാം പാൽ ആദ്യം. നമുക്കിതിലേക്ക് ആ പൊടി തിളച്ച് നല്ലോണം തിളച്ച് നമ്മൾ ആ പൊടി കലക്കി വെച്ചും കൂടി ഏലക്കാപ്പൊടി, ജീരകപ്പൊടി 2ാം പാലിൽ കലക്കി ചേർത്തു. അതും കൂടി നല്ലോണം തിളക്കട്ടെ. ഏലക്കാപ്പൊടിയുടെയും ജീരകപ്പൊടിയുടെ ഒക്കെ മണം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലേശം പഞ്ചസാര. ഇതൊരു 50 ഗ്രാം താഴെ ഉള്ളൂ. അതെ അല്ലേ? ഇതിന് ഭയങ്കര കട്ടിയായിട്ട്. നമ്മളപ്പോൾ 1ാം പാൽ അവസാനം 1ാം പാൽ ഒഴിക്കുക, തീ എടുക്കുക, അത്രേ. 1ാം പാൽ ഒഴിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ? 1ാം പാൽ വെച്ച് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ എണ്ണ തിരിഞ്ഞു വരും. തലപ്പാൽ ഒഴിച്ചു, തീ കെടുത്തി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ച സംഭവങ്ങളെല്ലാം തേങ്ങാക്കൊത്ത് എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. നമുക്ക് ഈ ഒരു പാത്രഭാഗം എന്നൊരു സംഭവമുണ്ട്. അതായത് ഈ പാത്രത്തിൻ്റെ ടെമ്പറേച്ചറിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പായസത്തിനേക്കാൾ ടെമ്പറേച്ചർ പാത്രത്തിനുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നതിന് വരെയാണ് പാത്രഭാഗം എന്ന് പറയാം. അത് ശരി. നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് റെഡിയാവും. അത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചാൽ പായസമായി. അതെ, അത്തനാളിലെ പായസം നമുക്ക് റെഡി ആയിരിക്കുകയാണ്. തുള്ളി മുഴിഞ്ഞ് അതെ അതെ ആ ഒരു സ്റ്റേജിലാണ്. ഇതാണ് അതിൻ്റെ പാകം അല്ലേ? ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈലിലൊക്കെ എത്തിക്കഴിഞ്ഞ് പായസം കാഴ്ചയിലൊക്കെ ആയി. ഇനി കഴിക്കുമ്പോൾ ഒക്കെ ആണോ തേങ്ങാക്കൊത്ത് ഇഷ്ടമാണല്ലോ? അതെ അതെ. എത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ സമയം. അതെ. അയ്യോ, മോശമാവോ? അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് രുചിച്ചു നോക്കുകയാണ്. എനിക്ക് സത്യം പറയാൻ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇത് രുചിച്ചു നോക്കിയാൽ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പ്രേക്ഷകർക്ക്. അപ്പം പ്രേക്ഷകരെല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്യണം. വളരെയധികം രുചിയുള്ള. ഇന്ന് അത്തമായതേ ഉള്ളൂ. 5 ദിവസമുണ്ട്. 5 പായസങ്ങൾ ഞങ്ങൾ വയ്ക്കുന്നുണ്ട്. അതെ അതെ അതെ. ഇന്ന് മുതൽ 10 ദിവസം നമ്മൾ 5 പായസം വയ്ക്കുന്നുണ്ട്. 5 വിഭവങ്ങളും കൊടുക്കുന്നുണ്ട്. അതെ 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 ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പായസമാണ് നമ്മൾ ഗോതമ്പ് പരിപ്പ് പായസം. അത്യുഗ്രനായിട്ട് നമ്മുടെ തിരുമേനി നമുക്കിത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.